കുഞ്ഞാപ്പോ ഓ എവിടക്കാ പോണേ? ഞാൻ എന്നോട് പറയാൻ എനിക്കൊരു അമ്മണി പറ്റി. എന്താ അമ്മണി പറ്റിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇന്ന് കല്യാണം ഉണ്ട്. ഞാനറിയാം എന്നോട് അറിയാന് ഞാൻ രാവിലെ തന്നെ ചായയും കടിയൊക്കെ കുടിച്ച് തിന്നു. ഇപ്പൊ വയറ് വീർക്കും ചെയ്ത് ഇനിയിപ്പോ കല്യാണപ്പാരെ പോയി ചോറ് കഴിക്കണ്ടേ, എന്താ ചെയ്യല്ലേ? അപ്പൊ കല്യാണം ഉണ്ടാകുമ്പോ ഇങ്ങനെ വയറും ആരെ കല്യാണാണ്? കല്യാണം ആരെന്ന് വെച്ചാല് ഇന്റെ ഇപ്പം ഞാൻ പഠിച്ചില്ലേ 3ാം ക്ലാസ്സില് ആ ചെക്കന്മാരൊക്കെ 10ാം ക്ലാസ്സിൽ എത്തുന്നത് 10ാം ക്ലാസ്സിന്റെ ഇത് ഉണ്ടായില്ലേ, അപ്പൊ ആ ചെക്കൻ വന്നിക്കണ്. ഒരു ചെക്കൻ. അപ്പൊ ആ ചെക്കൻ എന്നോട് കല്യാണം പറയാൻ വന്നത്. ഓന്റെ കല്യാണം ഇല്ലട്ടാ, ഞാൻ ഓന്റെ കല്യാണാന്ന്. ഓന്റെ മോളെ കല്യാണാന്ന്. മോളെ കല്യാണം? എന്റെ ഒപ്പം പഠിച്ച മക്കളെ കല്യാണൊക്കെ ആയി. അതിനിപ്പോ ഞാൻ ചെയ്യാനാണ് ഓന്റെ മോളെ കല്യാണം വെച്ചിട്ട്. എന്നിട്ടാണ് ഇജിപ്പോ ഓന് കല്യാണം കഴിഞ്ഞ് ഓനക്ക് മോളെ അയച്ചിട്ട് ഞാൻ ചെയ്യാനാണ്. എനിക്ക് കല്യാണം ഉണ്ടാവും, അപ്പൊ എന്റെ മോളെ കല്യാണം ഉണ്ടാവും. അപ്പൊ ഓനും ഞാൻ വിളിക്കും. സമാസമായില്ല. അപ്പൊ സമാസമായി. കല്യാണം എത്ര പെട്ടെന്ന് ശരിയാവട്ടെ. അതന്നെയാണ്. എന്നാലും എല്ലാരും പറഞ്ഞു കൊറേ കാലമായാലും അങ്ങനെ നടക്കാൻ തുടങ്ങിട്ട് ഒന്നും ശരിയായില്ലേ. ശരിയായിക്കോളൂല്ലേ മോനെ? എന്റെ വയറ് നിറയും ചെയ്തു. ഇനിയിപ്പോ അവിടെ പോയി ബിരിയാണി ഒക്കെ തിന്നണ്ടേ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ കല്യാണം പിന്നെ വയറിറച്ചി പോയി രാവിലെ എന്നോടമ്മ എന്റെ ഉമ്മ അല്ലെങ്കിൽ അമ്മ കൂട്ടാൻ വെച്ചാലും ഒന്നും ഒരു രസം ഉണ്ടാവൂലട്ടാ. ഇന്ന് എന്ത് നോക്കണ എന്നോട് ആക്കണം അമ്മ കൂട്ടാൻ വെച്ചപ്പോ 5-10 ദോശ ഞാൻ തിന്നു. അമ്മ പറയാം 5-10 അയക്കണെന്ന്. കല്യാണത്തിന് പോണോ? എന്ത് കേക്ക്. അപ്പൊ നല്ല കൂട്ടാനുണ്ടായിന്നടാ. അപ്പൊ ഞാൻ അതൊക്കെ തിന്നപ്പോ വയറ് കറങ്ങി. പിന്നെ ഞാൻ മാടറി ഇമ്മ നല്ല ചീത്ത അറിഞ്ഞു. ഇമ്മ നിങ്ങൾക്ക് തന്നിട്ടല്ലേ രസം ഉണ്ടാക്കിട്ട്. അമ്മക്ക് അറിയുന്നല്ലേ ഇന്ന് കല്യാണം എന്നുള്ളത്. അത് ഇമ്മ ഓർക്കണ്ടേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നിട്ട് ഞാൻ കല്യാണത്തിന് പോവാണ്. ഇനിയിപ്പോ അവിടെ പോയാൽ തിന്നാൻ പറ്റുമോ? അത് ഞാൻ എന്തെങ്കിലും ചെയ്യും. 2 പ്രാവശ്യം തിന്നാൻ പറ്റൂല. ഇക്കാരോ 1 പ്രാവശ്യം തിന്നു. 2 പ്രാവശ്യം പറ്റൂല. തൊഴിലുറപ്പ് ഞാൻ ഇന്നലെ പോയി. ഇന്ന് പോയിട്ടില്ല. ഇന്നലെ പോയിട്ട് മോനെ എന്നോട് പറയാൻ തൊഴിലുറപ്പിന് പോയിട്ട് മോനെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചറിഞ്ഞീന് എന്താ ആധാർ കാർഡ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓരോരോ പെരയെ പോയിട്ട് എടുത്തിട്ട് ഫോട്ടോ വിട്ട് കൊടുക്കാന്. ഫോട്ടോ വിട്ടിട്ടാണ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളടുത്ത് രാജേട്ടൻ പറഞ്ഞു കുഞ്ഞാപ്പൂ എന്തായാലും നമുക്ക് 2 കൂടി പോവാ, എനിക്ക് അവിടുത്തെ കുറെ ആൾക്കാരൊക്കെ അറിയാം. അപ്പൊ രാജേട്ടനെ അങ്ങനെ ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ ഇനി വിളിച്ചോണ്ടായി. അങ്ങനെ രാജേട്ടൻ ഓരോരോ പെരയിലും കാണിച്ചു തന്നിട്ട് ഞാൻ പറഞ്ഞു ആ പെരാവും ഈ പെരാവും നടന്ന് മോനെ മഴയും പെയ്തിട്ട് ഞങ്ങള് നടന്നിട്ടാ. അപ്പൊ എന്നോട് അങ്ങോട്ട് വെച്ച് നിങ്ങൾ എവിടുന്നാന്ന്. ഇന്ന ചിലവർക്ക് അറിയും ചിലവർക്ക് അറിയില്ല. അപ്പൊ ഒരു പറഞ്ഞു രാജേട്ടൻ പറഞ്ഞു ഞങ്ങള് ഇങ്ങനെ ആധാറിനെ ലിങ്ക് ചെയ്യാനാണ്. അപ്പൊ ഇത് ഏതാ വെച്ചേ? ഞാൻ പറഞ്ഞു ഞാനും കുഞ്ഞാപ്പാണോന്നത്. അപ്പൊ ഒരു സംശയം ഒരു അറിയാളാ. അപ്പൊ ഇത് പെണ്ണറിയുമ്മ അങ്ങോട്ട് വന്നാണീന്ന് ചോദിച്ചിട്ട് അപ്പൊ എന്തേ ചോദിച്ചു. നിങ്ങൾക്ക് എന്താന്ന് ആ ചങ്ങായിനെ കണ്ടാൽ തന്നെ അറിയാം എന്തോ ലെവലാണ്. തട്ടിപ്പിടി നടക്കുന്നു. എന്താ ലെവലാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെക്കന് പുള്ളിത്തുണിയൊക്കെ എടുത്തിട്ട് ചെക്കന് ഇതിന് വരുമോന്ന് ചോദിച്ചു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു പൊയ്ക്കോടെ ഞങ്ങൾ പോലീസിനെ വിളിക്കു പറഞ്ഞു. അപ്പൊ രാജേട്ടൻ പറഞ്ഞു പോലീസിനെ വിളിക്കാനല്ല നിങ്ങള് ഇവർക്ക് പഞ്ചായത്തിൽ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ പഞ്ചായത്തിൽ കൊടുക്കാണെങ്കിൽ നിങ്ങളെ പോലത്തെ ഇതിനെ പോലത്തെ ആൾക്കാരൊന്നും വരില്ല. നല്ല പാന്റും ഇതൊക്കെ ഡ്രസ് ഇട്ടൊക്കെ വരിക. എന്നിട്ട് മോനെ എന്നെ അവിടുന്ന് വണ്ടിച്ച്. അങ്ങനെ ഞങ്ങൾ 3-4 പേരെ പോയിട്ടും ആധാറിനെ കിട്ടിയില്ലടാ. അങ്ങനെ രാജേട്ടൻ പറഞ്ഞു എന്റെ കാരണമാണ് പറഞ്ഞു. തുണിയല്ലടാ. അപ്പൊ ഇന്നോട്ട് ഞാൻ അറിയുന്ന ഒരു പെരേക്ക് പോയി, സൈനാത്താടക്ക് പോയി. അപ്പൊ സൈനാത്ത പറഞ്ഞു എന്താണ് കുഞ്ഞാപ്പോ ഇജ്ജി? ഞാൻ പറഞ്ഞു ആധാറിന്റെ ശരിയാക്കാൻ പറഞ്ഞു. സൈനാച്ചി മരിയോളും മക്കളും ഒക്കെ പാടി പടപടാച്ചിരിക്കുക. എന്നിട്ട് പറയാം ഇവനെ അത്ര ആധാറിന് ശരിയാക്കിയാ നടക്കുന്നത്. സ്കൂളിലെ തൂണും കൂടി കാണാത്തവനെ. ഞാൻ 3ാം ക്ലാസ് പോയപ്പോ തൂണൊക്കെ എത്ര കണ്ടിട്ടാ ഞാൻ തൂണ് കണ്ടിട്ടുണ്ട്. അതൊന്നും ഓർക്ക് അറിയില്ല. ആൾക്കാർക്കൊന്നും അറിയില്ല. എന്നോട് പറയാന്. അങ്ങനെ ഇനി എന്നോട് രാജാട്ടൻ പറഞ്ഞു പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു കുഞ്ഞാപ്പൂനെ കൊണ്ടാവണ്ട, നിങ്ങള് പോയിട്ട് ആധാറിന്റെ ലിങ്ക് ഇട്ട് കൊടുത്തോളൂ പറഞ്ഞു. അപ്പൊ ഇന്ന് ഒരു പോകുന്ന അറിഞ്ഞിരുന്നു. അപ്പൊ ഇക്കാണെങ്കിൽ കല്യാണം ഉള്ളതല്ലേ. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇന്നില്ല, കല്യാണം കഴിഞ്ഞ് മറ്റന്നാൾ എത്തിയായിരുന്നു. അപ്പൊ ഞാൻ കല്യാണം എന്നൊക്കെ കഴിഞ്ഞ് മറ്റന്നാൾ പോവും. മറ്റന്നാൾ പോവും. നാളെ പോവില്ല, നാളെ തന്നെ മറ്റന്നാള്. അപ്പൊ ഞങ്ങള് പോവും. അല്ല അപ്പൊ എന്നിട്ട് ഉമ്മ എന്താ പറഞ്ഞു? ഞാൻ ചീത്തറിഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു ജാദ്യം പറയണ്ടടാ കല്യാണം എന്നുള്ളത്. അപ്പൊ ഉമ്മ പറയണ ഇനിയിപ്പോ ഒരു പാറായിട്ട് ചോറുന്നാലും ഇത് കല്യാണം 2 പാറായിട്ട് നിങ്ങൾക്കറിയാം. ഇത് ഞാൻ സഞ്ചി എടുത്ത ഉമ്മനെ ചീത്ത അറിഞ്ഞു. ഉസറും മോളിണ്ടാടാ എനിക്ക് എന്റെ ഒപ്പം പഠിച്ച ചെക്കന്റെ മോളെ കല്യാണം അല്ലേ. അതിനൊക്കെ സഞ്ചി എടുത്ത് പോവാ. എന്റെ ഒപ്പം കുറെ കുട്ടികളുണ്ടാവില്ലടാ കാണാനും പിടിക്കാനും ഒക്കെ.
ആ അപ്പൊ ഞാൻ ഓരോ കണ്ടിട്ട് എന്നോട് പ്രകാശത്തെ പറഞ്ഞ സെൽഫി എടുത്തോണ്ട് ഞാനൊന്നും എടുക്കൂലടാ മോശമല്ലേ ഒരാ ഞാനപ്പോ പോയിട്ട് സെൽഫി എടുക്കുന്നുണ്ടെങ്കിലേ ചീത്ത അറിയില്ലേ കള്ളാന്നൊന്നും എടുക്കൂലേ സെൽഫി എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പ്രകാശത്തെ നിങ്ങൾ വിചാരിച്ച ആളല്ല ഞാൻ കഴിച്ചാൽ ചോറ് വയ്ക്കുന്നില്ല ഞാൻ എന്റെ അമ്മ ഞാൻ പഠിപ്പിച്ചിട്ടില്ല സെൽഫി ഒന്നും എടുക്കാനേ ഞാൻ പോട്ടെട്ടോ ഞാൻ കൊറേ അല്ല എപ്പോഴാ കാണുക എന്താ ചോറ് വെച്ചിട്ട് വരുമ്പോ കാണാം എനിക്ക് തന്നെയല്ലേ പണികളും കാണാൻ പോവുക അല്ലാതെ വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പൊ നമ്മള് കുറച്ചേരം എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എനിക്കൊരു സമാധാനായി എനിക്ക് സന്തോഷാവൂലേ അങ്ങനൊക്കെ തന്നെയെന്ന് അറിയും മാനേ പോയിക്കൊന്നാ പോവാടാ